ഹായ് ഡിയേഴ്സ്, മടക്കര ഹാർബറിൽ പോയിട്ടാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ചെമ്മീൻ ബിരിയാണി ആക്കാം. ചെമ്മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ചെമ്മീൻ ഒരു 1/4 ഭാഗം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറുണ്ടാക്കാം. അതിൽ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് പോരാം. ആ നെയ്യിൽ തന്നെ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ടിട്ടുണ്ട്. 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടില്ലേ, അപ്പം ഒരു 6 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളക്കട്ടെ കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കഴുകിയിട്ട് ഊറ്റി വെച്ച അരി ഇതിലേക്കിടാം. ഒരു നാരങ്ങ പിഴിഞ്ഞ് വെക്കാം. മൂടി വെക്കാം. ഇത് തീക്കനൽ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പാത്രത്തിൻ്റെ മൂടീൻ്റെ മേലെ ഇങ്ങനെ കാണുന്നത്. ഇപ്പുറം അടുപ്പിൽ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കുഞ്ഞുള്ളി, വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഉപ്പ്, ചോറ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാലും കൂടെ കലർത്തിയിട്ട് അതിൽ ഒഴിക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, പിന്നെ ഗരം മസാല, കുറച്ച് തൈര്, മല്ലിയിലയും പുതിനയിലയും, കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ആ വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, മൂടി വെക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ബിരിയാണി തുറന്ന് നോക്കാം. നല്ലോണം ഇളക്കിയെടുക്കാം. ബിരിയാണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.